തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ 3 മുന്നണികൾക്കും അനുകൂലമാണ്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരും ഭരണം തുടരണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. കനത്ത ചൂടിലും തിരുവനന്തപുരത്ത് ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് തന്നെ. മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി യാത്ര തുടരുകയാണ് തിരുവനന്തപുരത്ത്. അപ്പം മിസിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. വിനീത, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ബൽറാം, നമ്മളിപ്പോ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് കടക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഒപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹിയെക്കാളും കേരളത്തിൽ വന്നപ്പോൾ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ചൂട് കൂടുകയാണല്ലേ? അതെ, ഡൽഹിയിലെ ചൂട് കുറച്ചും കൂടി ഡ്രൈ ആയ ഒരു ചൂടാണ്. ഇവിടെ നന്നായി വേർക്കുന്നുമുണ്ട്. അത് തന്നെയാണ് വ്യത്യാസം. അതിന്റെ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പും വളരെ ശക്തമായ ചൂടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിക്കുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥയും ചൂട് പിടിക്കുകയാണ്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസിന്റെ യാത്ര, സവാരി ഗിരിയുടെ യാത്ര, അതും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കിനി കിഴക്കേക്കോട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ചൂട് എല്ലാം ഒന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അതെ, അപ്പം സവാരി ഗിരിഗിരി അല്ലേ? സവാരി ഗിരിഗിരി. നമ്മളപ്പോ കിഴക്കേക്കോട്ട എത്തിയിരിക്കുകയാണ്. മാർക്കറ്റൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല ശക്തമായ ചൂടുണ്ടെങ്കിലും ആളുകളുടെ ഒരു തിരക്കിനൊന്നും ഒരു കുറവുമില്ല. നിറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂടും അതുപോലെ തന്നെയാണ്. ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. അപ്പം തന്നെ അതൊക്കെ മറികടന്ന ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂട് കൂടുകയാണ്. നല്ല ചൂടുണ്ട്, നിക്കാൻ വയ്യ. അതാണ്ട് ഇത്ര നേരം അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് ആളും ഇല്ല. ഇലക്ഷൻ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ കാലം ചൂട് എല്ലാം ചേർത്ത് തോർത്തിന് നല്ല കച്ചവടമായിരിക്കില്ലേ? തോർത്തെല്ലാം സാധനം വിലയും കൂടി, കസ്റ്റമർ മൊത്തത്തിൽ കുറവ്. വെയിലായോണ്ട് ആരും വരുന്നില്ല. ആദ്യത്തോട്ടാണ്, കന്നിയോട്ടാണ്. അപ്പൊ അതെ, ഒരു കന്നിയോട്ടറെ പരിചയപ്പെട്ടു. ആർക്കാ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അല്ലെ? എങ്ങനെയാ ഒരു ജെൻസി വോട്ടാണ്? എങ്ങനെയാ മൊത്തത്തിലൊരു വിലയിരുത്തൽ? എങ്ങനെയാ? മാറ്റം വേണോ അതോ നിലവിൽ ഇങ്ങനെ പോയാൽ മതിയോ? മാറ്റം വേണം. മാറ്റം വേണം. അപ്പൊ മാറ്റത്തിനാണ് വോട്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ കാണിച്ചാൽ മതി. മാറ്റത്തിന്റെ വലിയൊരു സംഭവം ഈ തിരക്ക്, യാത്രാ ക്ലേശം കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി പാർക്ക് ചെയ്യാനും ഈ പോകാനും. വണ്ടികൾ കണ്ടില്ലേ, ഭയങ്കര ബ്ലോക്കായി. സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോ ഈ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ? സ്ഥാനാർത്ഥികൾ വരുന്നില്ലല്ലോ. വോട്ട് ചോദിക്കാനേ വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അവർ മെസ്സേജ് ഇടുകയല്ലേ ഫോണിൽ കൂടി. നമ്മളെ പാവങ്ങളെ ഇതവര് നോക്കയില്ലല്ലോ. അവര് ആവശ്യത്തിന് വരുന്നു. അവര് പറഞ്ഞ സമയം മാത്രം റോഡ് എത്ര ഇത് കുണ്ടും കുഴിയാ കിടന്നാലും അതിന് അപ്പോഴത്തേക്ക് അവര് പറഞ്ഞ ആ ലെവല് മാത്രം അവർ ക്ലിയർ ചെയ്തിട്ട് അവർ സേഫ്റ്റി ആയിട്ട് അവരെ സേഫ്റ്റി നോക്കിയിട്ട് അവർ പോകണം. അവർക്ക് മാത്രമേ പാതുകാപ്പുള്ളൂ. ജനങ്ങൾക്ക് എന്തോന്നാണ് പാതുകാപ്പ് തരണേ? വോട്ട് ചോദിച്ചു വരുമ്പോ ഇക്കാര്യം പറയുന്നതാണ്. വോട്ട് ചോദിച്ചു വരുമ്പോ ചോദിക്കാൻ പറഞ്ഞവരടുത്ത് നമ്മൾ പറയെ തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് അവർ ഇലക്ഷൻ സമയമല്ലേ, എല്ലാം ശരിയാവും, ശരിയാക്കാം. അപ്പോഴത്തേക്കുള്ള ഇത് തന്നെ. ഇലക്ഷൻ എന്താ ചേച്ചി പറയാനുള്ള? തെരഞ്ഞെടുപ്പ് എന്റെ അഭിപ്രായത്തില് 3ാം പിണറായി വിജയ് സർക്കാർ വരണം. ഉറപ്പിച്ച് ഞാൻ ഞാൻ പച്ചയായിട്ട് വിളിച്ചാൽ ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാ. എന്റെ അഭിപ്രായം 3ാമതും വരണം. ജീവിക്കാകൂല. ഞങ്ങൾ ഇവിടെ ഇരുത്തിയ സർക്കാരാണ്, മാറ്റാൻ പറ്റും. വളരെ ശക്തമായ അഭിപ്രായങ്ങളുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരു 3ാം സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെല്ലാം ചേർന്നാണ് പൊതുജനങ്ങൾ. അതിന്റെ എല്ലാം ഒരു സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ആളുകളല്ലേ പറയേണ്ടത് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ അടുത്ത ദിശ എന്നുള്ളത്. അത് അറിഞ്ഞറിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോവാം. സവാരി ഗിരിഗിരി. അതെ ബൽറാം, നമുക്ക് ഈ ചൂടില് ഒരല്പം ദാഹശമനമായാലോ? നമുക്ക് നല്ല ഒരു ഒന്നാന്തരം മോര് കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. അപ്പൊ നമുക്ക് ആ കിടുക്കാച്ചി മോര് കുടിച്ചിട്ട് ഇനി നമ്മുടെ യാത്ര തുടരാം. ഓക്കെ. ബൽറാം, അപ്പൊ ഞാൻ പറഞ്ഞ ആ മോര് കട ഇതാണ്. നമ്മുടെ ചേച്ചീന്റെ മോര് കടയാണ്. ട്രിവാൻഡ്രത്തെ ഫേമസ് ആണ് കേട്ടോ, മോഹൻസ് മോരുകട. അതെ അതെ. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ഞങ്ങൾ ഈ പാല് വന്നിട്ട് വീട്ടിൽ കാച്ചുള്ള പാലാണ്. പാല് കാച്ചി ഒഴിക്കണതാണ്. സ്വന്തമായിട്ട് എല്ലാം സർബത്തും മോരും. തീരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തും. പുറത്തുനിന്ന് വെളിയിൽ വരവിന്റെ വാങ്ങിച്ചു കൊടുക്കില്ല. സ്പെഷ്യൽ രഹസ്യക്കൂട്ട് ചേർത്ത ഒരു 4 മോര്. കൊള്ളാല്ലേ, എരിവൊക്കെ ഉണ്ട്. വിനീത, കടുത്ത ചൂടിന്
നല്ല എരിവുള്ള തണുപ്പുള്ള അതെ രഹസ്യക്കൂട്ടുകളുള്ള മോര് അല്ലെ? അതെ. അപ്പൊ നമ്മുടെ ഇനി അടുത്ത യാത്ര മുന്നോട്ട് പോകാൻ ഒരു ഊർജം കൂടിയാണ് നമ്മുടെ ചേച്ചിന്റെ മോര് അല്ലെ? ഈ തെരഞ്ഞെടുപ്പ് യാത്രക്ക് സവാരി ഗിരിഗിരിക്ക് ഒരു ഊർജ്ജമാണ് ഈ ഒരു മോര്. അതെ. അപ്പൊ നമ്മൾ മോര് കുടിച്ച് യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.